എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 21 വരെ. മത്തായി 14:15 മുതൽ 21 വരെ. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനുമല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഇങ്ങ് കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കുട്ട നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ ആയിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. കർത്താവ് കരുതുന്ന ദൈവമാണ്. കർത്താവ് നുറുക്കുകയും വാഴ്ത്തുകയും പെരുക്കുകയും ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ പ്രതീക്ഷകളും ദൈവിക നൽവരങ്ങളും പലപ്പോഴും 2 ദിശയിലാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവണം. ദൈവം എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ആവശ്യപ്പെട്ടതുപോലെ ഒരു സമ്മാന പൊതിയായി എനിക്ക് വേണ്ടത് തരുന്നില്ല എന്ന ചോദ്യവും നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഉയരാറുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിവേചിച്ച് വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാ കൃപ നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പക്ഷെങ്കിൽ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ദൈവിക പദ്ധതിയിൽ മനുഷ്യൻ ദൈവത്തെ മനസ്സിലാക്കുന്നതാണ് എപ്പോഴും പ്രാധാന്യം. അതുതന്നെയാണ് ദൈവനാമം മഹത്വപ്പെടുക എന്ന് പറയുന്നത്. ദൈവം നമ്മെ കരുതുന്നവനാണ്. അവനല്ലാതെ മറ്റാർക്കും നമ്മെ വേണ്ടതുപോലെ കരുതുവാനുള്ള ശക്തിയില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനാണ് ചില പ്രത്യേക രീതിയിൽ ദൈവം നമ്മോട് ഇടപെടുന്നത്. അത്ഭുതങ്ങൾ മാജിക് പോലെ സംഭവിക്കുമ്പോൾ വിടുതലിൻ്റെ അനുഭവം നഷ്ടപ്പെട്ടു പോകും. തീയിലൂടെ കടക്കുമ്പോൾ ദൈവമല്ലാതെ തുണ ആരുമില്ലെന്ന് ബോധ്യം വന്ന ശേഷം സംഭവിക്കുന്ന അത്ഭുത വിടുതൽ ദൈവ സാന്നിധ്യത്തോടുള്ള വിശ്വാസ്യതയും അർപ്പണബോധവും വർദ്ധിപ്പിക്കും. കരുതുന്ന ദൈവം തന്ന സ്നേഹം നമ്മിൽ അങ്ങനെ പതഞ്ഞ് പൊങ്ങി നിൽക്കും. സുവിശേഷങ്ങളിൽ അനേക അത്ഭുതങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. അത്ഭുത പ്രവർത്തികൾ പുതിയ നിയമത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, പഴയ നിയമത്തിലുമുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ പ്രത്യേകിച്ചും അത്ഭുതങ്ങളെല്ലാം നടന്നത് പ്രത്യേക കാലഘട്ടങ്ങളിലാണ്. വളരെ പ്രത്യേകമായി തൻ്റെ പുത്രൻ ഈ ലോകത്ത് ജീവിച്ചിരുന്ന കാലത്ത്, അപ്പോസ്തലന്മാരുടെ കാലത്ത് അത് തുടർന്നു. ഇക്കാലങ്ങളിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. തൻ്റെ ശക്തിയുടെ മഹത്വം വെളിപ്പെടുത്തുവാൻ താൻ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെയും അവൻ അത് വെളിപ്പെടുത്തുന്നു. ദൈവം നമ്മുടെ അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളുടെയൊക്കെ സാങ്കത്യം എന്താണ്? ദൈവത്തിൻ്റെ പുത്രൻ ആകുന്നുവെന്ന്, അല്ലെങ്കിൽ മശീഹയാകുന്നുവെന്ന് ദേശത്തിൻ്റെ നടുവിൽ വെളിപ്പെടുത്തേണ്ടതിന് കർത്താവ് അത്ഭുതങ്ങൾ ഭൂമിയിൽ പ്രവർത്തിച്ചു. എന്നാൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചതിന് വേറൊരു കാരണം കൂടിയുണ്ട്. തിന്മയെ നന്മയാൽ ജയിക്കാൻ വേണ്ടി എപ്പോഴും അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രകൃതിയുടെ മേൽ, ഇളകിമറിയുന്ന കടലിന്മേൽ,
രോഗികളുടെ മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. തൻ്റെ കരം തൊടാതെ വചനമയച്ച് സൗഖ്യം കൊടുത്തു. പിശാചിൻ്റെ ശക്തിയുടെ മേൽ ജയമെടുക്കുന്ന ദൈവശക്തിയുടെ പ്രകടനമാണത്. ശത്രുവിൻ്റെ ബലത്തെ അതിശയിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ലോകത്തിന് വെളിപ്പെടുത്തേണ്ടതിന് തൻ്റെ ശക്തി ലോകത്തിൽ വെളിപ്പെടുത്തി. അനേകർ വിശ്വസിച്ച് തൻ്റെ അടുത്തേക്ക് വരേണ്ടതിനും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു. ഇവിടെ തൻ്റെ പക്കൽ ലഭിച്ച 5 അപ്പവും 2 മീനും തൻ്റെ കരങ്ങളിൽ വർദ്ധിപ്പിച്ചത് വന്നുകൂടിയ ജനത്തിൻ്റെ വിശപ്പ് മാറ്റുന്നതിന് വേണ്ടിയാണ്. ജനം തിന്ന് തൃപ്തരായി മടങ്ങിപ്പോയി എന്ന് വായിക്കുന്നു. ജീവിതത്തിൻ്റെ മരുഭൂമികളിൽ, കൊടും വെയിലിൽ, ഉഷ്ണക്കാറ്റിൽ തണലിനായി മരുവുന്ന മനുഷ്യജാതിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമുണ്ടെന്ന് യേശു വെളിപ്പെടുത്തുകയാണ്. വലിയ പുരുഷാരമുണ്ടായിരുന്നു. 5000 പുരുഷന്മാർ, കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ എല്ലാവരും വളരെ നേരം ദൈവവചനം കേട്ടു. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർക്കൊരു ഭയം. രാത്രിയായാൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുകയില്ല. ജനം വിശപ്പോടെ മടങ്ങിപ്പോകേണ്ടി വരും. അങ്ങനെ വന്നാൽ അവർ വഴിമധ്യേ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവരെ പറഞ്ഞയക്കണം. ശിഷ്യന്മാർ ഇത് പറഞ്ഞപ്പോൾ ജനം പോകേണ്ട ആവശ്യമില്ല, അവർക്ക് ഭക്ഷണം കൊടുപ്പീനെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാരുടെ ഭയം ഒരുപക്ഷെങ്കിൽ കൂടിയിട്ടുണ്ടാവാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രസംഗിക്കുകയും കേൾക്കുകയും ആളുകൾ കൂടി വരികയൊക്കെ ചെയ്തു, ഇനി അവർക്ക് ഭക്ഷണമൊക്കെ നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കർത്താവ് പോകുമോ എന്നായിരിക്കാം ഒരുപക്ഷെ ആദ്യം അവരുടെ മനസ്സിൽ വന്ന ചിന്ത. ഒരു രാഷ്ട്രീയക്കാരൻ അണികളോട് പറയുന്നത് പോലെയല്ല കർത്താവ് അവരോട് പറഞ്ഞത്. നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കർത്താവ് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു, ഇവിടെ ഒരു ബാലൻ്റെ പക്കൽ 5 അപ്പവും 2 മീനും ഉണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ അങ്ങനെയാണ് വായിക്കുക. അതല്ലാതെ വേറെ ഒന്നും ഇല്ല, അല്പമേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, ഉള്ളത് എൻ്റെ കയ്യിൽ തരിക. കർത്താവിൻ്റെ കരത്തിലേക്ക് അത് കൊടുത്തു. സ്വർഗത്തിലേക്ക് നോക്കി അത് വാഴ്ത്തി അനുഗ്രഹിച്ച് നുറുക്കി നൽകി. വന്നുകൂടിയിരുന്ന ജനം തിന്ന് അതൃപ്തരായി. 12 കൂട്ടം അധികം വന്നു. ഈ അത്ഭുതം നടന്നത് ശിഷ്യന്മാർ ഉണ്ടായിരുന്നത് കൊണ്ടല്ല, ഒരു ബാലൻ ഉണ്ടായിരുന്നതും കൊണ്ടല്ല. അത്ഭുതപുരുഷനായ ക്രിസ്തു ആ മരുഭൂമിയിൽ വന്നതുകൊണ്ടാണ്. ജീവിതത്തിലെ മരുഭൂമികൾ മാറും, ജീവിതത്തിൻ്റെ ഉഷ്ണമെല്ലാം മാറും, കൊടുങ്കാറ്റെല്ലാം മാറും. കർത്താവ് അവിടെ ഉണ്ടെങ്കിൽ അത് സാധ്യമാണ്. നമ്മുടെ മരുഭൂമിയിൽ, ജീവിതത്തിൻ്റെ മരുഭൂമിക്ക് സമാനമായ അനുഭവങ്ങളിൽ യേശു തമ്പുരാന് വരാൻ കഴിയും. അവൻ അവിടെ വന്നാൽ അവിടെ ഒരു അത്ഭുതം നിശ്ചയമായിട്ടുമുണ്ട്. ഇതിനോടുള്ള ബന്ധത്തിൽ ഒരുപാട് പ്രമാണങ്ങൾ നമുക്ക് ചിന്തിക്കാൻ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കരങ്ങളിലുള്ളതിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നീട്ടുമ്പോൾ അത് സമൃദ്ധിയുടെ അനുഭവമായി മാറും. കർത്താവിൻ്റെ മുൻപിൽ കരങ്ങൾ തുറക്കുന്ന ആരും നിരാശരായി പോകേണ്ടി വന്നിട്ടില്ല. ദൈവസന്നിധിയിൽ ഒന്നും മറച്ചുവയ്ക്കാതെ അർപ്പിച്ച ഒരു മനുഷ്യൻ പോലും ഭൂമിയിൽ നിരാശപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്കുള്ളതിനെ കർത്താവിൻ്റെ കരങ്ങളിൽ മനസ്സോടെ സമർപ്പിക്കുന്നുവെങ്കിൽ അത്ഭുതത്തിൻ്റെ കലവറ നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിൽ മരുഭൂമികൾ നമ്മെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാവാം. സന്ധ്യാനേരങ്ങളിൽ ഒരുപക്ഷെ നമ്മളെ ഭീതിയിൽ ആഴ്ത്തിയിട്ടുണ്ടാവാം. അസാധ്യതകളുടെ മധ്യത്തിൽ നമ്മൾ ആകെ പതറിയിട്ടുണ്ടാവാം. എന്നാൽ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ ഉള്ളതിനെ സമർപ്പിക്കാനുള്ള ഒരു ഹൃദയവും അതിനുള്ള ഒരുക്കവും നമുക്ക് ആവശ്യമാണ്. ഇന്ന് ഈ പ്രഭാതം അർപ്പണത്തിൻ്റെ നിമിഷമാക്കി ദൈവം മാറ്റട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ ദൈവമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയല്ലോ. അനുഗ്രഹീതമായ ഈ ദിനത്തിൽ ജീവിപ്പാൻ ആവശ്യമായ ഊർജവും കൃപയുമൊക്കെ ഞങ്ങൾക്ക് നൽകണമേ. പകൽക്കാല ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ അവിടുന്ന് കൂടെ ഇരിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. മരുഭൂമിയുടെയും നിരാശയുടെയും അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ കർത്താവേ, ഞങ്ങൾക്ക് സമൃദ്ധിയുടെ, തെളിമയുടെ ഉത്തരങ്ങൾ നൽകുന്നവനായി കൂടെയുണ്ടല്ലോ. നന്ദിയോടെ സ്തോത്രം. അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ജീവിക്കുന്നവനാകിയാൽ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ തിരുസാന്നിധ്യത്തിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പതറിപ്പോകാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും പുതിയ വർഷം അവിടുന്ന് പ്രദാനം ചെയ്യണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.